മന്ത്രയുടെ ഈ ഒരു നിപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പന്തികേടായിട്ട് തോന്നുന്നുണ്ടോ? ഒരുപക്ഷെ ഈ പ്രായത്തിലുള്ള കുട്ടികളുള്ള മാതാപിതാക്കൾക്ക് ഈ വീഡിയോ വളരെ പെട്ടെന്ന് കണക്ട് ആവും. നമ്മൾ മലപ്പള്ളിക്കാരെ സംബന്ധിച്ച് ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്നത് തിരുമാലിയുടെ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവമാണ്. അതിനോടനുബന്ധിച്ച് നടക്കുന്ന കാവടി വിളക്ക് കാണാനായിട്ട് തലേദിവസം രാത്രി ഞാനും പോയിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ കാലത്തൊക്കെ ഉത്സവപ്പറമ്പിൽ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ കാണാൻ കിട്ടുന്നത് മത്തങ്ങ ബലൂണായിരുന്നു. എന്നാൽ ഇന്നത്തെ കുട്ടികൾക്ക് അത് എന്താണെന്ന് പോലും അറിയത്തില്ല എന്നുള്ളതാണ് സത്യം. തൈലങ്ങളൊക്കെ വിൽക്കുന്ന ഈ ഒരു കട കണ്ടപ്പോഴാണ് ഞാനൊരു 90s കിഡ്സ് ആണല്ലോ എന്നുള്ളത് ഓർമ്മ വന്നത്. അങ്ങനെ ഞാനും അത് ഓർത്തോണ്ട് നിൽക്കെ എൻ്റെ കൊച്ച് കണ്ട കടയിലെല്ലാം കയറി സാധനങ്ങൾ പറക്കാൻ തുടങ്ങി. അവസാനം അവിടുന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് വന്ന് വഴക്കും പറഞ്ഞ് നിർത്തിയപ്പോൾ എടുത്ത സീനാണ് നിങ്ങൾ ആദ്യം കണ്ടത്. ഒരുപക്ഷെ ഇത് കാണുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്തൊരു ദുഷ്ടയായ തള്ളയാണെന്നുള്ളത്. എന്നാൽ അതിനുള്ള ഉത്തരം ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുന്ന നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആന പോകുന്നത് കണ്ടത്. പണ്ട് മുതലേ ഭയങ്കര ധൈര്യമായിരുന്നതുകൊണ്ട് 2 കിലോമീറ്റർ അപ്പുറം നിന്നാണ് ആനയുടെ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത്. ആന അമ്പലത്തിലേക്ക് കയറിയതക്കം കൊണ്ട് ഞാൻ അവളെയും വിളിച്ച് മണപ്പുറത്തേക്ക് ഇറങ്ങി. നിങ്ങൾ വിചാരിക്കും എനിക്ക് പേടിയായതുകൊണ്ടാണെന്ന്. എനിക്ക് പേടി എന്താണെന്ന് പോലും അറിയില്ല. മണപ്പുറത്തേക്ക് ഇറങ്ങി ചെന്ന സമയത്ത് പുള്ളിക്കാരുടെ കണ്ണിൽ ആദ്യം പെട്ടത് ഒരു ഐസ്ക്രീം കടക്കാരനെ. പിന്നത്തെ പോലും ഞാൻ പറയണ്ടല്ലോ. ഇനിയുള്ള വീഡിയോ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഇവളെ കൊണ്ട് കടയിൽ കയറാത്തതെന്ന്. ആദ്യം പറഞ്ഞു ബ്ലൂബെറി ഐസ്ക്രീം വേണമെന്ന്. അങ്ങനെ ഞാനൊരു ബ്ലൂബെറി ഐസ്ക്രീമിന് ഓർഡർ കൊടുത്തു. ബ്ലൂബെറി എടുക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു ചോക്ലേറ്റ് മതിയെന്ന്. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഓർഡർ കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് തൊട്ടപ്പുറത്ത് കണ്ട റെഡ് വെൽവെറ്റ് മതിയെന്നായി പുള്ളിക്കാരി. ഒരു 5 മിനിറ്റ് പോലും താമസം എടുത്തില്ല, ആ തീരുമാനവും മാറി മാംഗോയിലേക്ക് കയറി പിടിച്ചു. അവസാനം ഒരു ബ്ലൂബെറി ഐസ്ക്രീം മേടിച്ചു കൊടുത്ത് ഞാൻ ആ പ്രശ്നം അങ്ങ് സോൾവ് ചെയ്തു. എൻ്റെ വീഡിയോകൾ സ്ഥിരം കാണുന്ന ആൾക്കാർക്കറിയാം കമ്മൽ എൻ്റെ ഒരു വീക്ക്നെസ് ആണെന്ന്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ അതിനും മുതിർന്നില്ല. അവക്കൊരു കാറ് വാങ്ങിച്ചു കൊടുത്ത് എത്രയും പെട്ടെന്ന് ഞാൻ മണപ്പുറത്ത് നിന്ന് മുകളിലേക്ക് കയറി. ഇനി അവിടെ നിന്നാൽ കാണുന്ന കടകളെല്ലാം ഞാൻ വാങ്ങിച്ചു കൂട്ടേണ്ടി വരും. റോഡിൽ കയറി നേരെ പോയത് ഫ്ലേക്സിലേക്കാണ്, ഞങ്ങളുടെ സ്ഥിരം പ്ലേസ്. ഫ്ലേക്സിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും ദഹിപൂരി മസ്റ്റാണ്. അങ്ങനെ ഒരു പ്ലേറ്റ് ദഹിപൂരിയും ഒരു നാരങ്ങാവെള്ളവും കുടിച്ച് കുറച്ചു നേരം അവിടെ ഇരുന്നു. ദഹിപൂരിയൊക്കെ കഴിച്ചിരുന്ന റോഡിലേക്ക് കാഴ്ചകളൊക്കെ കണ്ടിരുന്നപ്പോൾ കാവടി വിളക്കിനുള്ള ആളുകൾ കാവടിയും കൊണ്ട് അമ്പലത്തിലേക്ക് പോകുന്നത് കണ്ടു. പിന്നെ അധികം താമസിക്കാതെ കാവടി വിളക്കിന്റെ എഴുന്നള്ളിപ്പ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. കാവടി വിളക്ക് നടക്കുന്നത് മല്ലപ്പള്ളി ടൗണിൽ വെച്ചിട്ടാണ്. കാവടി വിളക്കിനുള്ള ആളുകളെല്ലാം അങ്ങോട്ട് ഇറങ്ങിയ ഉടനെ തന്നെ നല്ല മഴ പെയ്തു. തൊട്ടടുത്ത് കണ്ട വീട്ടിലേക്ക് ഞങ്ങൾ കയറിയിരുന്നു. പിന്നെ ഓട്ടോയും വിളിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു.